ചികിത്സാ പിഴവിന് ഇരയായി നീതി ലഭിക്കാത്ത ഹർഷീന ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. പ്രതികരണത്തിലേക്ക്. ത്തിന് പരിഹാരമായിട്ട് 2 ലക്ഷം രൂപ നൽകിയിട്ടാണ് ഹർഷീനക്കെല്ലാം നൽകി. ഹർഷീനൻ്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ പലതും ചെയ്തു. ഞങ്ങൾക്ക് എന്ത് പിഴവ് പറ്റിയെന്ന് വെച്ചു. ആരോഗ്യമന്ത്രി എന്ന നിലക്ക് പൂർണ്ണമായിട്ട് 100% പിഴവാണ്, 100% പരാജയമാണ് മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ ഒരു രാഷ്ട്രീയവും ഇല്ല. ഇവിടെ എൻ്റെ ജീവനും ഞങ്ങൾക്ക് സംഭവിച്ച ഇത്രയും വലിയൊരു നഷ്ടത്തിൽ ഇപ്പോൾ 4 വർഷമാവാനായല്ലോ സംഭവിച്ചിട്ട്. എന്നിട്ട് ഇത്രയും കാലം കൊണ്ട് എന്തെങ്കിലും ഒരു തരത്തിലൊരു നീതി എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. പിന്നെ എന്ത് നൽകിയെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. പിന്നെ പറയുന്നത് നിയമ നടപടിയിലൂടെ നമുക്ക് ഉറപ്പാക്കുന്നു. നിയമ നടപടി എന്ന് പറഞ്ഞാൽ ഇവർ 3 അന്വേഷണം അന്വേഷിച്ചിട്ടും എങ്ങും എത്താത്ത സമയത്താണ് ആഭ്യന്തര വകുപ്പിന് കൈമാറുന്നത്. ആ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസാണ് അന്വേഷിച്ച് കണ്ടെത്തി മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇത് സംഭവിച്ചതെന്ന് എല്ലാ തെളിവുകളോടും കൂടി റിപ്പോർട്ട് വരട്ടെ എന്ന് ആദ്യം പറഞ്ഞു. റിപ്പോർട്ട് വന്നു, കുറ്റപത്രം സമർപ്പിച്ചു. എന്നിട്ട് എന്ത് നടപടി എടുത്തു അതിലെന്ത് ഒരു പരിഹാരം നമുക്ക് കാണാൻ? അതിനുശേഷം ഒരക്ഷരം മന്ത്രി മിണ്ടിയിട്ടില്ല. നമ്മൾ ചോദിക്കുമ്പോൾ ഒക്കെ മന്ത്രിസഭായോഗം കൂടി തീരുമാനിച്ചതാണ്. അതിനുശേഷം ഒരു വർത്താനം ഹർഷീനെ പറ്റി പറയാൻ മന്ത്രി തയ്യാറായിട്ടില്ല. പറഞ്ഞത് മുഴുവൻ ഇതാണ്, ഇനി നിയമ നടപടിയിലൂടെ തീരുമാനമാവട്ടെ. നിയമ നടപടി എന്ന് പറഞ്ഞാൽ ഇത് കോടതിയിൽ ആദ്യം ഒരു തവണയെങ്കിലും ഒരു വിചാരണക്ക് പോലും ചാൻസ് തരാതെ അവർ തന്നെ ഡോക്ടേഴ്സിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുത്തു ഗവൺമെൻറ് എന്ന് പറഞ്ഞു. അത് കാലതാമസം വന്നപ്പോൾ നവകേരള സദസ്സിൻ്റെ സമാപന ദിവസം ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുമെന്ന് പറഞ്ഞ ആ സമയത്താണ് ഈ പ്രോസിക്യൂഷൻ അനുമതിയൊക്കെ കൊടുക്കുന്നത്. അതൊക്കെ അവരെന്തോ ഔദാര്യമായിട്ടപ്പോൾ അവർ പറയുന്നത്. നമ്മൾ ഇത്രയും ശക്തരായ ഈ ഒരു സമരസമിതിയും കുറേ മനുഷ്യന്മാരും നമ്മളെ കൂടെ ഉള്ളത് കൊണ്ട് ശക്തമായ സമരം കൊണ്ട് നേടിയെടുത്തതാണ് ഇതുവരെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും എനിക്കൊരു പരിഹാരമായി വന്നിട്ടില്ല ഒന്നും. കാരണം അതിലേക്ക് എത്താൻ ഇവർ സമ്മതിക്കുന്നില്ല. എന്നിട്ട് പറയുന്നത് മുഴുവൻ ഞങ്ങൾക്ക് എന്ത് പിഴവ് സംഭവിച്ചു എന്നാണ്. പിഴവുകളെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലെ നമുക്കാണോ കത്രിക വയറിൽ കുടുങ്ങിയ നമ്മളാണോ അല്ലെങ്കിൽ പിഴവുകാർ? ഡോക്ടേഴ്സിന് ഇവിടെ പിഴവില്ല. ഇപ്പോൾ ഇന്നത്തെ കേസിലും ഇന്ന് രാവിലെ വാർത്ത കണ്ടു, ഡോക്ടേഴ്സിന് പിഴവില്ലാന്ന്. പിന്നെ ആർക്കാ ഇവരെ വിശ്വസിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയ നമുക്കാണോ പിഴവ് സംഭവിച്ചത്? ഇത്രയും വലിയ ഒരു ദുരിതം സംഭവിച്ചിട്ട് അതിനൊരു പരിഹാരം കാണാനാവാതെ ഞങ്ങളെല്ലാ ഇടപെടലുകളും നടത്തി ഞങ്ങളെല്ലാം അങ്ങനെ പൂർത്തിയാക്കി നിൽക്കുക എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന മനുഷ്യരൊക്കെ മണ്ടന്മാരാണ് എന്നാണോ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ വിചാരിച്ചിരിക്കുന്നത്? അപ്പോൾ ഇതിനൊരു പരിഹാരമാവാതെ എന്തായാലും നമ്മൾ പുറകോട്ടില്ല. ഇവിടെ ഒരു രാഷ്ട്രീയ ഒരു ദുരുദ്ദേശവും ഇല്ല. നമ്മളെ പ്രശ്നത്തിനൊരു പരിഹാരം ആയേ പറ്റും. ഇനി ഒരാൾക്ക് ഈ ഒരു അവസ്ഥ വരരുത് എന്ന് അത്രയും ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതേ സമാന അവസ്ഥയിൽ ഒരാൾ ഇപ്പോൾ വന്നു. ഇതൊക്കെ കുടുങ്ങിയ സമയത്ത് ഏത് ഗവൺമെൻറ് ഭരിച്ചു എന്നുള്ളതാണോ ഇതിനൊക്കെ പറയുന്ന ന്യായം? അവർ ഓരോ വർഷം പറഞ്ഞിട്ട് UDF LDF എന്നൊക്കെ പറയുന്നു. ഇത് സംഭവിച്ച സമയത്ത് അല്ലെങ്കിൽ ഇത് പുറത്ത് വന്ന സമയത്ത് ഇപ്പം ഭരണത്തിലിരിക്കുന്ന ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതല്ലേ. അല്ലാതെ ഇത് കത്രിക കുടുങ്ങിയത് ഏതോ UDFൻ്റെ കാലത്താണ്, അതുകൊണ്ട് ഇനി അടുത്ത UDF വന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാമെന്നാണോ? ഇവിടെ UDF LDF അല്ലല്ലോ, ഇവിടെ മനുഷ്യജീവനാണ്. മനുഷ്യർക്കാണ് വില. നമ്മളെ വോട്ട് വാങ്ങാൻ നേരത്ത് മാത്രമാണോ ഈ ഒരു ജനങ്ങൾക്ക് വിലയുള്ളൂ? എല്ലാം കഴിഞ്ഞാൽ നമ്മളങ്ങ് കസേരയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ കളിയാണോ? ഇതിനെന്നൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി അവർ പാർട്ടി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ജനിച്ച് വളർന്ന് ഇത്രയും കാലം ഞാൻ LDF അനുഭാവി. എൻ്റെ വീട്ടിലും എല്ലാവരും LDFൻ്റെ ആളുകളാണ്. അങ്ങനെയാണ് എൻ്റെ ഉപ്പയും എൻ്റെ ആങ്ങളെയും ഞാൻ അടക്കമുള്ളവർ. ഞാൻ അടക്കം SFIയിൽ പ്രവർത്തിച്ച ആൾ. അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ ഒരു LDFൻ്റെ പരിഗണന നൽകി അവർ ഇത് തീർത്തു തരണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് അത് പറ്റിയില്ല? അതൊന്നുമല്ല, ഇത് ഞങ്ങൾ ചെയ്യൂല എന്നുള്ള ഒരു മനഃപൂർവ്വം അവഗണിച്ചിട്ട് ഞങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് പൊടിയിടുമ്പോൾ ജനങ്ങളൊക്കെ വിശ്വസിച്ച് മണ്ടന്മാരായി നിന്നോളൂ എന്നുള്ള ഒരു അഹങ്കാരം. അത് തന്നെ. എന്തായാലും ഇതിനൊരു പരിഹാരം കാണാതെ ഞങ്ങൾ പുറകോട്ട് പോകില്ല. ഇതിന് മരണം കൊണ്ട് പരിഹാരമാണ്. അങ്ങനെ അത്രയും അവിടം വരെ പോകാൻ തന്നെയാണ് തീരുമാനം. ഈ മൂന്നാമത് ഇനി ആരോഗ്യമന്ത്രിയെ ഞാൻ നേരിട്ട് എന്തിനു കാണണോ? കൊടുക്കാനുള്ള എല്ലാ പരാതികളും എല്ലാം കൊടുത്തതാണ്. നേരിട്ട് കണ്ട് നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അത് പിന്നെയും തല തിരിച്ച് വേറെ സംസാരിക്കുന്ന ഇനി ആരോഗ്യമന്ത്രിയല്ലേ, സാധാരണ ഒരു സ്ത്രീയോ ഹർഷീനയ്ക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. അത് പൊതുസമൂഹത്തിന്റെ ഭാഗമായുള്ള വലിയൊരു ചർച്ചയാണ്, പ്രതിഷേധമാണ്. ഇപ്പോൾ വീണ്ടും ചികിത്സാ പിഴവ് വാർത്തകൾ വരുന്നതിനിടയിലാണ് ഹർഷീന ആരോഗ്യമന്ത്രിക്കെതിരെ രംഗത്ത് വരുന്നത്.